ഹലോ, ഇന്ന് നമ്മുടെ വീടിന്റെ സൺസൈഡ് വാർപ്പാണ്. പണിക്ക് വരുന്ന ചേട്ടന്മാർ പ്രത്യേകം പറഞ്ഞിരുന്നു മഴയൊക്കെയല്ലേ ഇടനേരത്ത് കഞ്ഞിയും ഉപ്പേരിയും മതി എന്നൊക്കെ. നമുക്ക് ചൂട് കഞ്ഞിയും പയറുപ്പേരിയും മാന്തൽ വറുത്തതായാലോ. പിന്നെ ആലോചിച്ച് നിൽക്കാൻ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അരിയെല്ലാം കഴുകിയിട്ട് പയറുപ്പേരിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഞങ്ങളിവിടെ രണ്ട് തരത്തിലാണ് പയറുപ്പേരി വെക്കാറുള്ളത്. ഒന്ന് ചെറിയുള്ളിയും വറ്റൽമുളകും ചതച്ച് വാട്ടി പയറുപ്പേരി ഉണ്ടാക്കും. വേറെ ഒന്ന് പച്ചമുളക് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ടിട്ട് പയറുപ്പേരി കൂടുതലും വേവിച്ചിട്ടാണ് പയർ ഇതിലേക്ക് ഇടാറുള്ളത്. അങ്ങനെ രണ്ട് തരത്തിൽ വെക്കാറുണ്ട്. ഞാനതിൽ എളുപ്പപ്പണിയാണ് ഇന്ന് നോക്കിയത്. രാവിലെ നേരത്തെ എണീക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇന്ന് പതിവിലും നേരത്തെ എണീച്ച് കഞ്ഞിക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. പയറുപ്പേരിയും ഉണക്കമീൻ വറുത്തതൊക്കെ സെറ്റാക്കി. ഉണക്കമീൻ്റെ കൂടെ രസമോ മുളക് വറുത്ത പുളിയാണ് കോമ്പിനേഷൻ. ഇന്നിപ്പോൾ കഞ്ഞീൻ്റെ കൂടെ ആവാം. അപ്പോഴേക്കും ഏടത്തിയമ്മ ഇഡലിയും ചട്നിയും ചമ്മന്തിയും ചായയൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി അത് കഴിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ കഴിച്ചു വരുമ്പോഴേക്കും കഞ്ഞി റെഡി ആയിരിക്കണം. കഞ്ഞിയൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ പണിക്കാരി ചേട്ടന്മാരനെ വിളിക്കാൻ സന്ധ്യപേട്ടനെ പറഞ്ഞയച്ചു. രാവിലത്തെ പണി ഏകദേശം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഇങ്ങോട്ട് നോക്കി നിന്നു. ഇവിടെ പണിക്ക് വന്ന ചേട്ടന്മാരിൽ പകുതി പേരും നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചേട്ടന്മാരാണേ. ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ ചേട്ടന്മാരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനും സന്ദീപേട്ടനും ചേർന്ന് അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് കുറച്ചു നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ഫുഡിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ വെക്കുന്നത്. ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മസാല തിരുമ്പി ഞങ്ങൾ നേരത്തെ വെച്ചിരുന്നു. ഏടത്തിയമ്മയാണ് ചിക്കൻ കറിയുടെ കാര്യമൊക്കെ ഏറ്റെടുത്തത്. ഞങ്ങൾ പണിക്കാർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് വരുമ്പോഴേക്കും ചിക്കൻ കറി ഏകദേശമൊക്കെ ആയി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ചിക്കൻ കറിയും ബിരിയാണിയും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ദം ബിരിയാണി വെക്കാനായിരുന്നു പ്ലാന്. പക്ഷെ പലപ്പോഴും അത് സക്സസ് ആവാറില്ല. ഇന്ന് ചേട്ടന്മാരുള്ളത് കൊണ്ട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറായില്ല. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് മഴക്കാർ വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. വാർപ്പ് കഴിയുന്നത് വരെ പയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ കുരുമുളക് പൊടി മസ്റ്റാണെന്നാണ് ഏടത്തിയമ്മ പറയണത്. ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഏറ്റെടുത്ത കാരണം വീഡിയോ ഒന്നും ഫുള്ളായി എടുക്കാൻ പറ്റിയില്ല. ബിരിയാണി കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി ഞാനും ദുദ്ദും ചേർന്ന് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യുകയാണ്. ചിക്കൻ ബിരിയാണി ആകുമ്പോഴേക്കും ഏകദേശം 2 മണി കഴിഞ്ഞിരിക്കണു. വാർപ്പ് കഴിയാൻ ഇനിയും ഒരുപാട് സമയമാവുന്ന തോന്നണേ. അപ്പോഴേക്കും ഉണ്ണികൾക്ക് ഭക്ഷണം കൊടുത്ത് ഇരുത്താന്ന് വിചാരിച്ചു. കുഞ്ഞുമണി എപ്പോഴും ഭക്ഷണം കണ്ട എങ്ങനെയാ, ദുദ്ദുവിന് ബിരിയാണി ഇഷ്ടായി എന്നാണ് ഞങ്ങളോട് പറയണത്. വാർപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണു. ഇനി അവര് വരുമ്പോഴേക്കും ഫുഡൊക്കെ സെറ്റാക്കി ഇരിക്കാം. വാർപ്പ് കഴിയുമ്പോഴേക്കും ഏകദേശം 4 മണി ആയിരിക്കണം. അവര് പിന്നെ വന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്ന് ഞങ്ങളോട് അടുത്ത വാർപ്പിന് വരാന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ബൈ. രാവിലെ നല്ല മഴയാണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലാണ്.